ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരുടെ മുമ്പിൽ കേന്ദ്ര ഏജൻസികളെല്ലാം ഉപയോഗിച്ച് വളരെ സമർത്ഥമായി നല്ല പ്രൊഫഷണലായി ഒരു കൊള്ള നടത്തുക എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിനെ എതിർക്കാൻ രാജ്യത്ത് കോൺഗ്രസിന് നാവുയർത്താൻ കഴിയുന്നില്ല. ഇത് മഹിതരുന്ന വാക്കാ. എന്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തുനിന്ന് പോണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, CPM ഇല്ലായിരുന്നുവെങ്കിൽ, ലെഫ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം പുറത്തു വരുമായിരുന്നു. ആണല്ലോ. ഇപ്പോഴും അത് നിർബാധം തുടരുമായിരുന്നില്ലേ? കോടികൾ വീണ്ടും വീണ്ടും ഇവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ കൊള്ളയടിക്കുമായിരുന്നില്ലേ? ആ കൊള്ളയടിച്ച കൊള്ള മുതൽ കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടും വീണ്ടും വിലയ്ക്ക് വാങ്ങില്ലായിരുന്നു. ഓരോ MLA മാർക്കും ഓരോ MP മാർക്കും പ്രലോഭനത്തിന് കൊടുത്തത് കോടിക്കണക്കിന് രൂപയാണ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ മുൻപ് തന്നെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഡൽഹിയിലെ പല ആം ആദ്മി MP മാർ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ക്ഷമയ്ക്ക് അതിലൊക്കെ ഉണ്ട്. MLA മാർ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ.